ശബരിമല യുവതീ പ്രവേശന ദിവസം തന്നെയും ADGP ശ്രീജിത്തിനെയും ബോധപൂർവം സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്തിയെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ. ഇതിനായി ചരട് വലിച്ചത് പാർട്ടിയിലും ഭരണ നേതൃത്വത്തിലും സ്വാധീനമുള്ള ഉന്നതനാണെന്ന് പത്മകുമാർ അടുത്ത സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ പത്മകുമാറിനെതിരെ CPIM നടപടിക്കൊരുങ്ങുമ്പോഴുള്ള സമ്മർദ്ദ തന്ത്രമായതാണ് പാർട്ടി പത്മകുമാർ പുറത്തുവിടുന്ന വാർത്തകളെ കാണുന്നത്. പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ പിണറായി വിജയൻ തള്ളി. പാർട്ടി പറയേണ്ട കാര്യമില്ലെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ശബരിമല പ്രക്ഷോഭകാലത്ത് പോലീസ് സംരക്ഷണയിൽ യുവതികൾ സന്നിധാനത്ത് പ്രവേശിച്ച സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ആയിരുന്നു. യുവതീ പ്രവേശം നടന്ന സമയത്ത് സന്നിധാനത്ത് നിന്ന് തന്നെയും അന്ന് ശബരിമലയുടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന IG ആയിരുന്ന ശ്രീജിത്തിനെയും മാറ്റി നിർത്തി എന്നാണ് പത്മകുമാർ ചില സുഹൃത്തുക്കളോട് പറഞ്ഞു എന്ന രൂപത്തിൽ വെളിപ്പെടുത്തിയത്. 2019 ജനുവരി 1 മകരവിളക്ക് തീർത്ഥാടനം നടക്കുമ്പോഴായിരുന്നു യുവതീ പ്രവേശം. അന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വാമി അയ്യപ്പൻ റോഡിലൂടെ സന്നിധാനത്തേക്ക് പോകും വഴി അടിയന്തരമായി തിരുവനന്തപുരത്തെത്താൻ ഭരണ നേതൃത്വത്തിലുള്ള ഓഫീസിലെ ഒരു ഉന്നതൻ ഫോണിൽ ആവശ്യപ്പെട്ടു. യാത്ര പാതിയിൽ നിർത്തി തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയായിരുന്നു. രാത്രി തന്നെ തിരുവനന്തപുരത്ത് എത്തിയെങ്കിലും ഉന്നതനെ കാണാൻ പോലീസ് അനുവദിച്ചില്ല. തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയ ആളെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തില്ല എന്നും പത്മകുമാർ ആരോപിച്ചു. പിന്നീട് വീട്ടിലെത്തി TV വെച്ച് നോക്കിയപ്പോഴാണ് ബിന്ദു അമ്മിണിയും കനകദുർഗയും ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയെന്ന വാർത്ത കണ്ടത്. ഉന്നതനെ കണ്ട് തന്നോട് ഈ ചതി വേണ്ടായിരുന്നു എന്ന് പറഞ്ഞെന്നും പത്മകുമാർ സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയെന്നാണ് വാർത്താരൂപത്തിൽ പുറത്തുവന്നത്. യുവതീ പ്രവേശന കാലത്തെ സംഭവങ്ങളും സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടുത്തി ആത്മകഥ എഴുതാനുള്ള ഒരുക്കത്തിലാണ് താനെന്നും പത്മകുമാർ തുടർന്ന് പറയുന്നു. ദേവസ്വം രേഖയിൽ സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പ് എന്ന് എഴുതിയത് മറ്റാരോ ആണ്. അതിന് താഴെ തന്നെ ഒപ്പിടാൻ നിർബന്ധിച്ചെന്നും പത്മകുമാർ വെളിപ്പെടുത്തി. എന്നാൽ പത്മകുമാറിനെതിരായ അച്ചടക്ക നടപടി ചർച്ച ചെയ്യാൻ CPIMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നാളെ ചേരാനിരിക്കെയുള്ള സമ്മർദ്ദ തന്ത്രമായാണ് വെളിപ്പെടുത്തലിനെ പാർട്ടി കാണുന്നത്. പത്മകുമാറിന്റെ വെളിപ്പെടുത്തലിൽ CPIM മറുപടി പറയേണ്ട കാര്യമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പത്മകുമാർ പാർട്ടി നടപടി നേരിടുന്നയാളാണ്. പത്മകുമാർ എന്താണോ പറയുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക. ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയേണ്ടില്ല. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇപ്പോഴ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന ഘട്ടത്തിൽ എല്ലാ ചുമതലകളിൽ നിന്നും എല്ലാ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിലില്ല. സംഘടനാപരമായ നടപടി സ്വീകരിക്കേണ്ടത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ്. ജില്ലാ കമ്മിറ്റി ആവശ്യമായ സംഘടനാ നടപടി സ്വീകരിക്കും എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. പത്മകുമാറിനെ ആരും ശബരിമലയിൽ നിന്ന് മാറ്റിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ആത്മകഥ എഴുതിയാലും പാർട്ടി എടുക്കുന്ന നിലപാടിൽ മാറ്റമില്ല. ഇന്നത്തെ കാലത്ത് ആത്മകഥ എഴുതുന്ന ഒരു പുതുമയുള്ള കാര്യമില്ലല്ലോ. പലരും ആത്മകഥ എഴുതുന്നുണ്ടല്ലോ, അത് എഴുതട്ടെ. പക്ഷേ ഞങ്ങളെ പാർട്ടിയുടെ കാര്യമെന്ന് പറയുന്നത് പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി ആലോചിക്കും. ആ ആലോചനയുടെ ഭാഗമായിട്ട് എടുക്കുന്ന തീരുമാനമായിട്ട് വരികയും ചെയ്യും. അതിനിതൊന്നും ബാധകമായിട്ട് വരുന്ന കാര്യമല്ല. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് ഇന്ന് നിർണായക പരിശോധന നടക്കുകയാണ്. കട്ടിളപ്പാളികളുടെയും പ്രഭാമണ്ഡലത്തിന്റെയും സാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിക്കും. നാളെയും പരിശോധന തുടരും. ന്യൂസ് മലയാളം, പത്തനംതിട്ട, തിരുവനന്തപുരം.